പറഞ്ഞിട്ട് അങ്ങനെയും അവർക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങളുണ്ട്. അധ്യാപകർ ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിലും ഈ വെക്കേഷൻ സമയത്തുള്ള അവരുടെ ജോലിയും എല്ലാം എടുത്തിട്ട് ഒരേ തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകൾക്ക് 2 തരത്തിലുള്ള കൂലി എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥ തന്നെയാണ്. ഇത് സർക്കാർ കണ്ണു തുറക്കേണ്ടതാണ്. ഞങ്ങൾക്ക് അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇതിന് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഞങ്ങളെല്ലാം 2022 കയറിയ ആളുകളാണ്. ഈ NSSന്റെ അനുകൂലമായ വിധി കിട്ടിയ ആളുകൾ 2023 24 ജോലി കയറിയ ആളുകളാണ്. അപ്പോൾ നേരത്തെ കയറി NSSന്റെ സമാന സാഹചര്യത്തിൽ ഭിന്നശേഷിക്ക് പോസ്റ്റ് മാറ്റിവെക്കുകയും മറ്റെല്ലാ നടപടിയും സ്വീകരിച്ച സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങൾക്കൊന്നും ശമ്പളമില്ല. അതേ സമയത്ത് 23 24 ഞങ്ങൾക്ക് ശേഷം ജോലിയിൽ കയറിയ ആളുകൾക്ക് ഒരു സാമുദായിക സംഘടനയിലെ നടത്തുന്ന സ്കൂൾ എന്ന നിലക്ക് മാത്രം അവർക്ക് മാത്രം ശമ്പളം കിട്ടുന്ന ഒരു സാഹചര്യം അത് കേരള ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് സംശയമാണ്. ഇതുപോലെയുള്ള ഒരു പൊതു ഉത്തരവ് ഒരു സർക്കാരും കേരളത്തിലെ ഒരു സർക്കാരും ഇതുപോലെ ഒരു സംഘടനയ്ക്ക് വേണ്ടി മാത്രം ചുരുക്കിയതും കേരള ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. ഇതിപ്പോ NSSന്റെ വിധി വന്നത് കാരണം ഒരേ തൊഴിലെടുക്കുന്നവർക്ക് 2 നീതിയായിട്ട് തന്നെയല്ലേ കാണും. നിങ്ങൾക്ക് തന്നെ അത് ആലോചിച്ചാൽ സുപ്രീം കോടതിയിൽ അതാണ് അതിലെ ഏറ്റവും രസകരമായ കാര്യം അവിടെ കിടക്കുക. ഈ NSS ഹൈക്കോടതി പോകുന്നതിന് മുമ്പ് ഹൈക്കോടതിയിൽ ഇതേ വിഷയം ഉയർത്തി പോയ ആളുകളാണ് ഞങ്ങളൊക്കെ. ഞങ്ങളുടെ പല കേസുകളും ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഹൈക്കോടതിയുടെ NSSന്റെ അന്നത്തെ ഉത്തരവ് തള്ളിയത് നിങ്ങൾക്ക് കാണാം. അതെ 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 അതിന് നമ്മൾ റിട്ട് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ പറയുക, സർക്കാരിന് കൃത്യമായിട്ട് അറിയാം. ഇനിയിപ്പോ 1 ആഴ്ച കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞാൽ ഏപ്രിൽ 11 തീയതി മുതൽ കോടതികൾ അവധിയാണ്. ഒരു വലിയ നീണ്ട വെക്കേഷൻ വരാൻ പോവാം. അപ്പൊ അത്രയും കാലം നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരു ഉത്തരവ് വാങ്ങാനാവുക.